ഒന്ന് തുറന്നു വെച്ചാൽ സതേ ഈ നാട്ടുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്. ഞാനൊന്നും പറയുന്നില്ല. പറയുകയാണെങ്കിൽ കുറേ ദൈവത്ത് പറയേണ്ടി വരും. വാർത്ത ചുരുക്കത്തിൽ നിന്ന് അതിന് പറയല്, ബ്രീഫ്ലി എക്സ്പ്ലനേഷൻ. എങ്ങനെ പറയുകയാണെങ്കിൽ കുറെ പറയാനുണ്ടാവും. അതിനെ ആയല്ലോ ഫുള്ള്. അങ്ങനെ നാട്ടുകാരെ കുറിച്ച് മോശം വിചാരവുമായി നടക്കുന്ന മനുഷ്യൻ അയാളുടെ മുഴുവൻ രഹസ്യവും പൊളിച്ച് നാറ്റിയിട്ടല്ലാതെ അള്ളാഹു ഈ ദുനിയാവൊന്നും മൂപ്പരെ മരിപ്പിക്കൂല. ദുനിയാവിലായാലും വൽ ആഖിറ, ആഖിറത്തിലായാലും അയാൾ വഷളാവും. അയാളെ ലഗേജ് കൊണ്ടുവന്നിട്ട് ഇത്രയും അമ്പിയാക്കൾ ഔലിയാക്കളെ മുമ്പെന്ന് വഷളാക്കിയിട്ടല്ലാതെ അയാൾ മരിക്കൂല, അയാൾ ആഖിറത്തിലെത്തൂല. അതുകൊണ്ട് ഈ പണിക്ക് നമ്മൾ നിൽക്കുക, നല്ല വിചാരമായിട്ട് പോവാ. ആരെ കുറിച്ച് മോശം വിചാരിക്കരുത്. ഇതന്നെ ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ അടുത്തുനിന്ന് ദർസ് പഠിച്ചപ്പോൾ ഗംഭീരം. ഇതാകെ 2 പേജേ ഞാൻ വായിച്ചിട്ടുള്ളൂ. അതിന് 1-ാം വള്ളിയെത്തുന്നു. നമ്മൾ ആരെക്കുറിച്ച് മോശം വിചാരിക്കരുത്. നമ്മുടെ ഖൽബ് നന്നാക്കണം. പ്രത്യേകിച്ച് ആലിമീങ്ങൾ, സ്വാലിഹീങ്ങൾ, തങ്ങന്മാരെ തൊടാൻ പോകരുത്. അഹ്ലു ബൈത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് സഞ്ചരിക്കുന്നവരാണ്. ആലിമീങ്ങൾ റസൂലുള്ളാഹിന്റെ അനന്തര സ്വത്തായ ഇൽമ് കൈകാര്യം ചെയ്യുന്നവരാണ്. വഹാബികൾ അങ്ങനെ പലതും പറയും. അതിലൊന്നും നമ്മൾ പെട്ടുപോകാൻ പാടില്ല. നമ്മൾ മുഅ്മിനീങ്ങളാണ്. നമ്മുടെ അമൽ ആർക്കും കൊടുക്കരുത്. അല്ലെങ്കിൽ തന്നെ കഷ്ടപ്പെട്ട് ചെയ്തതാണ് ഈ വെയിലത്തുള്ള നോമ്പും രാത്രിയുള്ള തറാവീഹൊക്കെ. അതാർക്കും നഷ്ടപ്പെടുത്താൻ നമ്മൾ വകവെച്ചു കൊടുക്കരുത്. മൂന്നാമത്തത് എന്ത്? മൂന്നാമത്തത് ഒരാളുടെ ഈമാൻ നഷ്ടപ്പെടുന്ന മൂന്നാമത്തെ തെറ്റ്, മോശമായി മരിക്കാൻ സാധ്യതയുള്ള മൂന്നാമത്തെ തെറ്റിനെ കുറിച്ച് ദഖീറത്തുൽ ഖൈർ എന്ന ഗ്രന്ഥം പറയുകയാണ്. അൽ കലാമു ഇൻദ സമാ